നമസ്കാരം. പ്രധാന വാർത്തകൾ. സുഹാന്റെ മരണത്തിൽ വിറങ്ങലിച്ച ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമക്കോട് പ്രദേശം. സുഹാന് നിറമിഴികളോടെ വിട. വഴിയാത്രക്കാർക്കു മുന്നിൽ ചിരിച്ചുകൊഞ്ചിയ മുഖം വിട ചൊല്ലിയത് അപ്രതീക്ഷിതമായി. സുഹാന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭാരതീയ സംസ്കാരം എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും കുടുംബങ്ങളിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് ഗവർണർ വിശ്വനാഥ് ആർ ലേക്കർ. ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നും ഗവർണർ. പാലക്കാട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിരുദ്ര മഹായാനം തുടരുന്നു. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ വേമ്പലത്ത് പാടത്ത് കണ്ടെയ്നർ തലകീഴായി മറിഞ്ഞു. ലോറി പൂർണ്ണമായും തകർന്നു. ലോറിയിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. സുഹാന്റെ മരണത്തിൽ വിറങ്ങലിച്ച ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമക്കോട് പ്രദേശം. സുഹാന് നിറമിഴികളോടെ വിട ചൊല്ലി. വഴിയാത്രക്കാർക്ക് മുന്നിൽ ചിരിച്ചുകൊഞ്ചിയ മുഖം വിട ചൊല്ലിയത് അപ്രതീക്ഷിതമായി. സുഹാന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സഹോദരനുമായുള്ള കളിക്കിടെയുണ്ടായ പിണക്കത്തിന്റെ അരിശം തീർക്കാൻ വീട് വിട്ടിറങ്ങിയ സുഹാനെ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലാണ് വിധി തട്ടിയെടുത്തത്. സുഹാൻ വീട്ടിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള കുളക്കരയിലെത്തിയതിനും വിധിയെ പഴിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാണാതായ സുഹാനെ ഇരുട്ടി വെളുത്തിട്ടും കാണാതായതോടെ ദുരൂഹതയിലേക്കായിരുന്നു സംശയം മുഴുവനും. തട്ടിക്കൊണ്ടുപോയതാകാം എന്ന സംശയത്തെ തുടർന്ന് പരിസരത്തെ CCTVകളെല്ലാം പരിശോധിച്ചിരുന്നു. ഒടുവിൽ കാലത്ത് 9 മണിക്ക് കുളത്തിൽ നിന്ന് മൃതശരീരം കിട്ടിയപ്പോഴും ദുരൂഹതകൾ ബാക്കിയായി. ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ദുരൂഹതകൾക്ക് വിരാമമായത്. അമ്പാട്ട് പാളയം വിദ്യാലയത്തിലും എരമങ്കോട് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മതപരമായ ശുശ്രൂഷകൾ നടത്തി ബാപ്പ മുഹമ്മദ് അനസിന്റെ നാടായ നല്ലേപ്പള്ളിയിലെ പള്ളിയിലെത്തിച്ചതിനു ശേഷം കബറടക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതീയ സംസ്കാരം എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും കുടുംബങ്ങളിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് ഗവർണർ വിശ്വനാഥ് ആർ ലേക്കർ. ഭാരതീയ സംസ്കാരം കൂടി പഠിപ്പിക്കുന്നതാവണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് ആർ ലേക്കർ പറഞ്ഞു. പാലക്കാട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തരേക്കാട് നടക്കുന്ന അതിരുദ്ര മഹായാനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. നമ്മുടെ വരുന്ന തലമുറ എന്ത് പഠിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പല കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളും നമ്മുടെ സംസ്കാരത്തിന് നേരെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ സംസ്കാരത്തിൻ്റെ മാതൃക തുറക്കുകയാണ്. വരുന്ന തലമുറയെ കൂടി ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. അതിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് പുതിയ തലമുറ അല്ലെന്നും നാം ഓരോ വ്യക്തികളാണെന്നും അദ്ദേഹം പറഞ്ഞു. What I was referring, gradually our families, our family traditions, our parampara of our Sanatana are being attacked by other people. What we need to do is we have to protect my family. I have to protect my family. Vasudhaiva Kutumbakam is very fair enough and good. What about my Kutumba? My Kutumba has to be protected because of all such aggressions, all such attacks. People are telling us this has come now, all sorts of new digital aggressions are coming up. ഭാര്യാസമേതനായി എത്തിയ ഗവർണറെ പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. 25-ാം തീയതി തുടങ്ങിയ യജ്ഞം 31-ാം തീയതി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ കൈലിയാട് വേമ്പലത്ത് പാടത്ത് മീൻ കയറ്റിയ കണ്ടെയ്നർ തലകീഴായി മറിഞ്ഞു. ലോറി പൂർണ്ണമായും തകർന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വേമ്പലത്തുപാടം കള്ളുഷാപ്പിലെ മുൻഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലേക്കാണ് ലോറി മറിഞ്ഞത്. ഇറക്കം കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമായതെന്നാണ് കരുതുന്നത്. ലോറിയിലുണ്ടായിരുന്ന 2 പേരും ആന്ധ്ര സ്വദേശികളാണ്. വെള്ളിയാഴ്ച 11 മണിയോടെയാണ് ആന്ധ്രയിൽ നിന്നും പച്ചമീനുമായുള്ള കേരളത്തിലെ വളാഞ്ചേരി മാർക്കറ്റിലേക്ക് കണ്ടെയ്നർ പുറപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജന്മദിന നിറവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജന്മദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 11, 12, 13 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാരക്കാട് കമ്പനിപ്പടിയിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം KSSPA ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൻമോഹൻ സിംഗിന്റെ UPA സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി എന്തിനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? ഗ്രാമസ്വരാജ്, ഈ രാജ്യത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്ത ഗ്രാമീണരായ തൊഴിലാളികൾക്ക്, വീട്ടുകാർക്ക്, വീട്ടമ്മമാർക്ക് ഇവിടെ
തൊഴിലെടുത്തുകൊണ്ട് 100 ദിവസമെങ്കിലും ഒരു വർഷത്തിൽ അവർക്ക് സമ്പാദനം നടത്തുന്നതിനും അവരുടെ ആ സമ്പാദ്യം കൊണ്ട് ഈ നാട്ടിൽ വിനിമയം സൃഷ്ടിക്കുന്നതിനും അവരുടെ ദാരിദ്ര്യം അകറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ പരിപാടിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. യോഗത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TR സുജിത് അധ്യക്ഷത വഹിച്ചു. ജയപ്രകാശ് C സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിമോൾ നന്ദിയും പറഞ്ഞു. വിനോദ് PV, രാജഗോപാലൻ, കൃഷ്ണകുമാർ K, രഘുനാഥ്, സജിൻ NP, കേശവദാസ്, ആനന്ദകൃഷ്ണൻ, ഉണ്ണിക്കുട്ടൻ, ഹരിദാസൻ, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇറാൻ ഗ്രൂപ്പിന്റെ വനവൽക്കരണ പദ്ധതിക്ക് മാങ്കുറിശ്ശിയിൽ തുടക്കമായി. ഈ വർഷം 10 ലക്ഷം തൈകൾ വച്ചുപിടിപ്പിക്കാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും വൃക്ഷത്തൈകൾ നടും. പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുറിശ്ശി, അപ്പുകുട്ടൻ കല്ലൂർ, KK റഹ്മാൻ, AV രവി കല്ലൂർ, അബ്ദുൾ സമദ് എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. വൃക്ഷത്തൈ നടീലിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പുതിയ ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് ഉടമ തരുവക്കോട് സ്വദേശി അബ്ദുൾ റസാഖിന് മാവിൻ തൈ നൽകിയാണ് നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ വീട് ഇരിക്കുന്ന വീട്ടിൽ നമ്മൾ പോയി അവർക്ക് വേണ്ടി നമ്മളൊരു തൈ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയപ്പെട്ടത്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വിവാഹിതരാകുന്ന വധുവരന്മാരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്കും അതുപോലെ ഈ പ്രകൃതിയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ മരങ്ങളും മറ്റു വൃക്ഷത്തൈകളും നൽകാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇന്ന്. തുടർന്ന് വിവിധയിടങ്ങളിൽ തണൽ മരങ്ങളും വൃക്ഷത്തൈകളും നടുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഷംസുദ്ദീൻ മാങ്കുറിശ്ശി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പേരൂരിൽ നിർധനരായ 2 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി ഭൂമി നൽകി 72കാരിയായ വീട്ടമ്മ. ഈസ്റ്റ് പേരൂർ പുത്തൻപുരയിൽ ശകുന്തളയാണ് 2 നിർധന കുടുംബങ്ങൾക്കും ഇതിനു പുറമെ SNDP ഓഫീസ് നിർമ്മിക്കാനും ഭൂമി സൗജന്യമായി നൽകിയത്. SNDP ഈസ്റ്റ് പേരൂർ ശാഖയ്ക്ക് 3 സെന്റ് ഭൂമിയും വീട് വയ്ക്കുന്നതിനായി പുത്തൻപുരയിൽ സുരേഷിന് 4 സെന്റ് ഭൂമിയും വാണിയംകുളം മനശ്ശേരി സ്വദേശിനിയായ സ്വാതി മണികണ്ഠന് 4 സെന്റ് ഭൂമിയുമാണ് സൗജന്യമായി നൽകിയത്. ഈസ്റ്റ് പേരൂരിലെ പുത്തൻപുരയിൽ ശകുന്തളയാണ് സൗജന്യമായി ഭൂമി ദാനം ചെയ്ത്. ഭർത്താവിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഭൂമി നൽകിയതെന്ന് ശകുന്തള പറഞ്ഞു. 3 പേർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നുണ്ട്. കുറച്ച് സ്ഥലം ഞങ്ങൾ കൊടുത്തു, 4 സെന്റ് വീതം കൊടുത്തു. SNDPക്ക് 3, മറ്റൊന്ന് 4, 2 പേർക്ക് 4. ഒരു പാവങ്ങൾ അനുഭവിക്കട്ടെ, നമ്മളെല്ലാവരും പോയില്ലേ. പിന്നെ അതുപോലെ എല്ലാവരും കൊടുക്കട്ടെ, ആരെങ്കിലും ഒക്കെ കൊടുക്കട്ടെ. കുറേ പാവങ്ങൾ ഇഷ്ടംപോലെ കിടക്കല്ലേ. പെരുങ്ങോട്ടുകുറിശി അഗ്രഹാരത്തിലാണ് ഇപ്പോൾ ശകുന്തളയുടെ താമസം. ചടങ്ങിൽ നാട്ടിലെ പ്രമുഖരും SNDP ഭാരവാഹികളും പങ്കെടുത്തു. ഇവർക്കുള്ള ഭൂമിയുടെ രേഖകളും ശകുന്തള ഉടമകൾക്ക് കൈമാറി. ശകുന്തളയുടെ പ്രവർത്തനങ്ങളെ SNDP ഭാരവാഹികൾ ഏറെ അഭിനന്ദിച്ചു. SNDP സെക്രട്ടറി V രാജൻ, വൈസ് പ്രസിഡന്റ് R ഷാജീവ്, യൂണിയൻ അംഗം KM കണ്ണൻ മാസ്റ്റർ, പ്രസിഡന്റ് K രാമേന്ദ്രൻ, വിനോദ് കല്ലിങ്കൽ, P കനകലത തുടങ്ങിയവരും സംബന്ധിച്ചു. ജനോപകാരപ്രദമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ശകുന്തള ചേച്ചി മുഴുകുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. അവരുടെ ഈ നല്ല മനസ്സിന് ഇത്രയും തീരെ നിർദ്ധനരായിട്ടുള്ള 2 പേർക്ക് വീട് വയ്ക്കാൻ കൊടുത്ത വലിയൊരു പ്രവൃത്തി, വലിയൊരു പുണ്യ പ്രവൃത്തി. എത്ര പറഞ്ഞാലും അതിൻ്റെ വൈശിഷ്ട്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയും നല്ല പ്രവർത്തനങ്ങൾ, അത്രയും നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശകുന്തള ചേച്ചിക്ക് എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സന്തോഷവും സ്നേഹവും നന്ദിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരി പക്ഷം ചേർന്ന് വോട്ടിംഗ് നടത്തിയതായി ആരോപണം. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. വോട്ട് പരസ്യമായി ചെയ്യുകയും പെട്ടിയിലിടേണ്ട വോട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കാണിച്ച ശേഷമാണ് CPM അംഗങ്ങൾ പെട്ടിയിലിട്ടതെന്നും നേതാക്കൾ ആരോപിച്ചു. പക്ഷം ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സിലായിട്ടുള്ളതാണ്. ആർഒനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായിരുന്നു, വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും കാണിച്ചുകൊണ്ടാണ്, അതിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് ബോക്സിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ട് അവിടെ നമ്മൾ എതിർത്ത് സംസാരിച്ചപ്പോൾ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടാതെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 7ഉം 6ഉമാണ് UDFന്റെയും LDFന്റെയും കക്ഷിനില. അവിടെ ജയപരാജയമല്ല അവിടെ നമുക്ക് ആവശ്യം. അവിടെ ആര് ജയിച്ചാലും പരാജയപ്പെട്ടാലും ഇലക്ഷൻ നടക്കേണ്ടത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്
ഒരു കാരണവശാലും നടക്കാൻ പാടാത്ത രീതിയിലാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഒരു CPM പാർട്ടി ഓഫീസിൽ നടക്കേണ്ട ഒരു വോട്ടെടുപ്പാണെന്നാണ് മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മെമ്പർമാർ സുതാര്യമായി വോട്ട് ചെയ്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ ഒരു CPM പ്രവർത്തകൻ ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ മണൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത് നമുക്ക് കാണാൻ സാധിച്ചു. കുളപ്പള്ളി SN കോളേജ് അലുമിനി മീറ്റ് ഡോക്ടർ D നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കുളപ്പള്ളി SN കോളേജ് അലുമിനി മീറ്റ് ഞായറാഴ്ച രാവിലെ സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ചു. റിട്ടയർഡ് കോമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ D നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 1719 തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ 100 വർഷത്തിലധികം കഴിഞ്ഞു. അവിടെ അലമിനി വിളിച്ചാൽ ഓൺലൈൻ അങ്ങനെ വിളിച്ചാൽ പോലും 100 പേരെ തികയാൻ. കാരണം പഠിച്ചു പോയ കുട്ടികളൊക്കെ വിവിധ മേഖലകളിൽ വലിയവരായി തിരക്കുള്ളവരായി അല്ലെങ്കിൽ വരാൻ താല്പര്യമില്ലാത്തവരായി. ഈ കാലഘട്ടത്തിൽ ചെറിയ കലാലയമാണ് തോന്നുന്നത്. SN കോളേജിൽ നിന്ന് മുഴുവൻ പേര് അതിൽ നാളെ കലാലയങ്ങളുണ്ട്. MPM SND കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 6 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ ഫുൾ ഫോം പഠിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു. MR മുരളി, ഫാത്തിമ ടീച്ചർ, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി C മുകുന്ദൻ, V പ്രീത, അനന്തുകൃഷ്ണ, ഡോക്ടർ വിദ്യ, P സുജ, PV സൂരജ്, NP കൃഷ്ണകുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P രജനി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ D നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള മുതിർന്ന അധ്യാപകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് കൺവെൻഷൻ ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ആ ക്ഷേമനിധിയിലെ ഓരോ ഘട്ടത്തിലും അതിന്റെ കുറവുകൾ എന്തെന്ന് പരിശോധിച്ച് അതിനാവശ്യമായ സമരമെങ്കിൽ സമരം, തടയലാണെങ്കിൽ തടയല്, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായി ഇന്ന് അതിനെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഏറ്റവും നല്ല ക്ഷേമനിധി ബോർഡായി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഏറ്റവും നല്ല ക്ഷേമനിധി ബോർഡ് ഏതാണ് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അത് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ്. അതിനെ ആ നിലയിലേക്ക് ആക്കിയത് AKTA എന്ന പ്രസ്ഥാനമാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് അതിൻ്റെ ഓരോ ഘട്ടവും പരിശോധിച്ചത് നമ്മളെല്ലാവരും കൂടിയാണ്. നമ്മൾക്ക് വേണ്ടിയാണ് നമ്മുടെ നേതാക്കളൊക്കെ തന്നെ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. C രതി അധ്യക്ഷത വഹിച്ചു. AKTA യൂണിറ്റ് അംഗമായി പ്രവർത്തിച്ചിരുന്ന KC സന്ധ്യ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റതിനെ തുടർന്ന് പൊന്നാടയും മെമ്മന്റവും നൽകി ആദരിച്ചു. കൂടാതെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി MA ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MT രമ്യ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ TP പ്രമീള വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. K അനില സ്വാഗതവും MV സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ഡിസംബർ 21 തുടങ്ങിയ സപ്താഹത്തിന് 28 ഞായറാഴ്ചയാണ് സമാപനമായത്. കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ മാസം 21 ഞായറാഴ്ച തുടങ്ങിയ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് 28 ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപനമായത്. സ്വർഗാരോഹണം, കൽക്കി അവതാരം, ബ്രഹ്മോപദേശം, കലികാല വർണ്ണനം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയവയിൽ പാരായണം നടന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ അയിനപ്പിള്ളി ബാബു ചന്ദ്രശേഖരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഭൂമി, അഗ്നി, വായു, ആകാശം, ജലം, പിന്നെ സമുദ്രം, പെരുമ്പാമ്പ്, കപോതപക്ഷി, പിങ്കള എന്ന് പറഞ്ഞാൽ വിദേഹ നഗരത്തിലെ ഒരു വേശ്യാസ്ത്രീ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേട്ടാളൻ, അമ്പ് കൊണ്ടുവന്നിട്ട് അമ്പ് ചെയ്യുന്ന ഒരാൾ, ഒരു ചെറിയ കുമാരി, കോരടി പക്ഷി, ചന്ദ്രൻ, സൂര്യൻ, സമുദ്രം, ഇങ്ങനെ 24 പ്രകൃതിയിൽ കാണുന്ന എല്ലാം എന്നെ ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ചു. പ്രകൃതിയൊക്കെ എനിക്ക് ഗുരുവായിട്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയതുകൊണ്ട് 24 ഗുരുക്കന്മാരെ പറഞ്ഞു കൊടുത്തു.
മീര ഐനിപ്പിള്ളി സഹ ആചാര്യായിരുന്നു. 1 മണിയോടുകൂടി ഭാഗവത സംഗ്രഹം, മംഗളാരതി സമാപനം, ഭക്തർക്ക് അന്നദാനവുമുണ്ടായി. 100 കണക്കിന് ഭക്തജനങ്ങൾ സമാപന ചടങ്ങിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി കീഴത്തൂർ മേലെ വീട്ടിൽ 80 വയസ്സുള്ള സേതുമാധവനാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 2 വർഷം മുൻപ് ഭാര്യ ജാനകി മരണപ്പെട്ടതിനു ശേഷം സേതുമാധവൻ തനിച്ചായിരുന്നു താമസം. മക്കൾ വിജയകുമാർ, ബിന്ദു, സിന്ധു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുഹാന്റെ മരണത്തിൽ വിറങ്ങലിച്ച ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമക്കോട് പ്രദേശം. സുഹാന് നിറമിഴികളോടെ വിട. വഴിയാത്രക്കാർക്കു മുന്നിൽ ചിരിച്ചു കൊഞ്ചിയ മുഖം വിട ചൊല്ലിയത് അപ്രതീക്ഷിതമായി. സുഹാന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭാരതീയ സംസ്കാരം എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും കുടുംബങ്ങളിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് ഗവർണർ വിശ്വനാഥ് ആർലേക്കർ. ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നും ഗവർണർ. പാലക്കാട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിരുദ്ര മഹായാനം തുടരുന്നു. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ വേമ്പലത്ത് പാടത്ത് കണ്ടെയ്നർ തലകീഴായി മറിഞ്ഞു. ലോറി പൂർണ്ണമായും തകർന്നു. ലോറിയിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.